ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് 27-ാം തീയതി നമുക്ക് വണക്കമാസം വായിക്കാം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ദൈവമാതാവിൻ്റെ തിരുഹൃദയം. ഒന്നാമത്, ഈ പരിശുദ്ധ ഹൃദയം ഈശോ മിശിഹായുടെ തിരുഹൃദയം കഴിഞ്ഞാൽ എല്ലാ ഹൃദയങ്ങളെയുംക്കാൾ മഹിമയുള്ളതായും, രണ്ടാമത് പരിശുദ്ധിയുള്ളതായും, മൂന്നാമത് സ്നേഹിക്കപ്പെടാൻ യോഗ്യതയുമുള്ളതായിരിക്കുന്നു. ആദ്യം സർവേശ്വരൻ സൃഷ്ടിച്ച ഹൃദയങ്ങളിൽ വെച്ച് മറിയത്തിൻ്റെ ഹൃദയം ഏറ്റവും മഹിമയുള്ളതും എല്ലാ വക വണക്കങ്ങൾക്കും യോഗ്യതയുള്ളതുമാകുന്നു. എത്രയും പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാളുകളായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ ഉന്നതമായ ഹൃദയത്തെ സൃഷ്ടിപ്പാനും പൂജ്യമായ വരങ്ങളാലും വിലയേറിയ വരപ്രസാദങ്ങളാലും സമ്പൂർണ്ണമാവണ്ണം അലങ്കരിപ്പാനും തിരുമനസ്സായി. അതിനാൽ പിതാവായ സർവേശ്വരൻ തൻ്റെ അളവില്ലാത്ത വല്ലഭത്വം കൊണ്ട് മറിയം തനിക്ക് യോഗ്യപുത്രിയായിരിക്കാൻ ആ നാഥയ്ക്ക് വിനയവും കീഴ്വഴക്കവുമുള്ള ഹൃദയത്തെ ദാനം ചെയ്തു. സുതനായ സർവേശ്വരൻ ഈ കന്യകയുടെ ഉദരത്തിൽ വസിപ്പാൻ തിരുമനസ്സായതിനാൽ തൻ്റെ അമ്മയാകുന്നതിന് തക്ക ഹൃദയത്തെയാണ് ആ നാഥയ്ക്ക് നൽകിയത്. റുഹാദുപദാശിയായ സർവേശ്വരൻ ഈ കന്യകയെ അധികമായി സ്നേഹിച്ചിരുന്നതിനാൽ ദൈവസ്നേഹാഗ്നിയാൽ ഉജ്ജ്വലിക്കുന്ന ഹൃദയത്തെ ഈ നാഥയ്ക്ക് പ്രദാനം ചെയ്തു. ആകയാൽ ഈ തിരുഹൃദയത്തിന് ലഭിച്ചിരിക്കുന്ന മഹിമയും പരിശുദ്ധിയും ഇത്ര എന്ന് പറവാനോ വിചാരിപ്പാൻ പോലുമോ ആർക്കും സാധിക്കുന്നതല്ല. സ്വർഗത്തിൽ ഈ തിരുഹൃദയത്തെ വാഴ്ത്തി കൊണ്ടാടി വരുന്ന ദൈവദൂതന്മാരോടു കൂടി ഏകോപിച്ച് ഈ തിരുഹൃദയത്തിൻ്റെ മനോവാക്കിലടങ്ങാത്ത മഹിമയെ മോക്ഷത്തിൽ കണ്ട് കൊണ്ടാടി സ്തുതിപ്പാൻ നാമും പ്രയത്നിക്കേണ്ടതാകുന്നു. രണ്ടാമത്, സർവേശ്വരനാൽ നിർമ്മിതമായ ഹൃദയങ്ങളിൽ വെച്ച് ദൈവമാതാവിൻ്റെ തിരുഹൃദയം ഏറ്റവും പരിശുദ്ധമാകുന്നു. എല്ലാ പുണ്യങ്ങളുടെയും വിസ്മയിപ്പാൻ തക്ക മാതൃകയായ ഈശോ മിശിഹായുടെ തിരുഹൃദയത്തിൻ്റെ ഉത്തമ ഛായയായ തിരുഹൃദയം ഉഗ്രമായ ദൈവസ്നേഹാഗ്നിയാൽ കത്തിജ്വലിച്ച് ഭക്തിജ്വാലകരേക്കാൾ ദൈവത്തെ ഏറ്റവും സ്നേഹിക്കുകയും മറ്റേതൊരു പുണ്യാത്മാക്കളെയുംക്കാൾ തൻ്റെ സൽക്രിയകളാൽ ദൈവത്തെ അധികമായി സ്തുതിക്കുകയും ചെയ്തു എന്നത് നിശ്ചയം തന്നെ. ദൈവമാതാവിൻ്റെ പരിശുദ്ധ ഹൃദയമേ, വരപ്രസാദത്തിൻ്റെ നിക്ഷേപമേ, സകല പുണ്യങ്ങളുടെയും പ്രതിരൂപമേ, എല്ലാ വക പുണ്യങ്ങളുടെയും ഇരിപ്പിടമേ, അങ്ങ് എനിക്ക് എല്ലായ്പ്പോഴും മാതൃകയായിരിക്കണമേ. ഞാൻ അങ്ങേ പക്കൽ വന്ന് താഴ്മ, വിരക്തി, സൗമ്യത, ക്ഷമ, ലോകനിന്ദ, ഈശോയോടുള്ള സ്നേഹം മുതലായ പുണ്യങ്ങളെ ഹൃദയപൂർവ്വം യാചിക്കുന്നു. മൂന്നാമത്, മറിയത്തിൻ്റെ പരിശുദ്ധ ഹൃദയം ഈശോയുടെ തിരുഹൃദയം കഴിഞ്ഞാൽ നമ്മോടുള്ള തൻ്റെ ഉപമയില്ലാത്ത സ്നേഹത്തിനും നന്ദിക്കും അർഹതയുള്ളതാകുന്നു. ഈ മാതാവ് നമ്മുടെ ആവശ്യങ്ങളിലും സങ്കടങ്ങളിലും സഹായവും തുണയും ആശ്വാസവുമായി തൻ്റെ ഹൃദയത്തെ നമുക്ക് തരുന്നു. നാമും ഈ അമ്മയുടെ ഈ ദൃശ്യമായ സ്നേഹത്തിന് തക്ക പ്രതിസ്നേഹം പ്രദർശിപ്പിച്ചുകൊണ്ട് തൻ്റെ പരികർമ്മത്തിൽ തൽപരമുള്ളവരായി ഈ നാഥയുടെ പുണ്യമാതൃകകളെ അനുകരിച്ച് നടക്കാൻ ശ്രമിക്കണം. ദൃഷ്ടാന്തം: ഒരു മനുഷ്യൻ വളരെ നാളായി പുണ്യമാർഗത്തിൽ ജീവിച്ചു വരുമ്പോൾ ഒരു ദിവസം പിശാചിൻ്റെ കഠിന പരീക്ഷണങ്ങളിൽപ്പെട്ട് പാപത്തിൽ വീഴാനിടയായി. ഉടൻ തന്നെ പാപത്തിൻ്റെ ഘോരതയോർത്ത് അവൻ അധികമായി ഭയപ്പെടുകയും പാപസങ്കീർത്തനം ചെയ്യണമെന്നുള്ള വിചാരം ദൈവപ്രേരണയാൽ അവനിലുണ്ടാവുകയും ചെയ്തു. എങ്കിലും ലജ്ജയുടെ ആധിക്യത്താൽ ഈ പാപത്തെ ഏത് പ്രകാരത്തിൽ വെളിപ്പെടുത്തുമെന്ന് വിചാരിച്ച് കലങ്ങി പിൻവാങ്ങുകയും താൻ ചെയ്ത കുറ്റത്തെക്കുറിച്ച് ദുസ്സഹമായ മനക്ലേശമുണ്ടായി ഭക്ഷിപ്പാനും നിദ്ര ചെയ്യാനും വയ്യാതാവുകയും ചെയ്തു. അപ്പോൾ ഈ മനോവേദനയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി വെള്ളത്തിൽ ചാടി ചത്തുകളയാമെന്ന് വെച്ച് ആറ്റിൻകരയിൽ പോയി. എന്നാൽ നദീതീരത്ത് ചെന്നപ്പോൾ തനിക്ക് നിത്യനരക വേദന നേരിട്ടിരിക്കുന്നെന്ന് ഭയന്ന് ഏറിയ കണ്ണുനീർ ചൊരിഞ്ഞ് ദൈവത്തോട് എൻ്റെ പാപം പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചുപോയി. ഇതിൻ്റെ ശേഷം നേർച്ചപ്രകാരം പല ദേവാലയങ്ങളെയും തീർത്ഥയാത്ര കഴിച്ച് സന്ദർശിക്കുക, ദീർഘമായ ജപങ്ങൾ ചൊല്ലുക, അഗതികളെ സഹായിക്കുക, ഇങ്ങനെ പല സൽകൃത്യങ്ങളും നടത്താതിരുന്നില്ല. എന്നാൽ ഇവയെല്ലാം നിഷ്പ്രയോജനങ്ങളായി ഭവിച്ചതേയുള്ളൂ. ഒരു രാത്രിയിൽ അസാധാരണമായ മനപ്പീഡ തോന്നുകയാൽ എങ്ങനെയെങ്കിലും പാപസങ്കീർത്തനം ചെയ്യണമെന്ന് വിചാരിച്ച് അതികാലത്തെ എഴുന്നേറ്റ് പള്ളിയിൽ ചെന്നു. പക്ഷേ പട്ടക്കാരൻ്റെ പാദത്തിങ്കൽ ചെന്നിട്ടും പിന്നെയും ലജ്ജയാൽ പാപോച്ചാരണം ചെയ്യാതെ പിൻവാങ്ങി.
മറ്റൊരു ദിവസം അപ്രകാരം തന്നെ പള്ളിയിൽ ചെന്നെങ്കിലും ലജ്ജ നിമിത്തം ഒരു പ്രകാരത്തിലും ആ പാപത്തെ അറിയിപ്പാൻ പാടില്ല എന്ന് വെച്ച് പിൻവാങ്ങുകയാണുണ്ടായത്. എങ്കിലും സ്വഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ദൈവമാതാവിൻ്റെ പക്കൽ തൻ്റെ നിർഭാഗ്യത്തെ അറിയിക്കണമെന്ന് കരുതി ഈ നായികയുടെ തൃപ്പാദത്തിങ്കൽ വീണ് തൻ്റെ മേൽ അനുഗ്രഹിച്ച് തന്നെ കൈവിടാതെ ഇരിപ്പാൻ തക്കവണ്ണം മാതാവിനോട് പ്രാർത്ഥിച്ചു. കൃപാസമ്പൂർണയായ ദിവ്യമാതാവ് ഈ നിർഭാഗ്യനായ പാപിയുടെ മേൽ അനുഗ്രഹിച്ച് അയാൾ അനുഭവിക്കുന്ന നാശകരമായ ലജ്ജയെ നീക്കി നേർവഴിക്ക് തിരിച്ചു. അതെങ്ങനെയെന്നാൽ തിരുകന്യകയുടെ പാദസന്നിധിയിൽ വീണയുടനെ വേറെ മനുഷ്യനായി പകർന്നെഴുന്നേൽക്കുകയും ധൈര്യത്തോടു കൂടെ പട്ടക്കാരൻ്റെ പക്കൽ പോവുകയും തീവ്ര മനസ്താപത്തോടുകൂടി താൻ ചെയ്ത പാപമെല്ലാം വേണ്ടുവണ്ണം വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അവൻ്റെ ഉള്ളിൽ സന്തോഷവും ആശ്വാസവും സമ്പൂർണ്ണമായിട്ടുണ്ടായി. ക്രിസ്ത്യാനികളെ, നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ അത് ഉത്തമമായി ചെയ്യുന്നതിന് ദൈവമാതാവിൻ്റെ പരിശുദ്ധ ഹൃദയത്തോട് പ്രാർത്ഥിച്ചു കൊള്ളണം. ജപം. ദൈവമാതാവിൻ്റെ കറകൂടാത്ത തിരുഹൃദയമേ, ദൈവസ്നേഹത്തിൻ്റെ ഇരിപ്പിടമേ, അഗാധമായ ദയാസമുദ്രമേ, സമാധാനത്തിൻ്റെ സിംഹാസനമേ, ആരാധനയ്ക്ക് യോഗ്യമായ ത്രിത്വേക ദൈവത്തിന് പ്രസാദിച്ച ആലയമേ, മാലാഖമാരാലും മനുഷ്യരാലും വണങ്ങപ്പെടുവാൻ യോഗ്യമായ തിരുഹൃദയമേ, ഞങ്ങളുടെ നാശത്തെ വിചാരിച്ച് ഞങ്ങൾക്ക് വേണ്ടി അധിക സങ്കടവും അപമാനവും അനുഭവിച്ച തിരുഹൃദയമേ, നീചപാപികളായ ഞങ്ങളുടെ മേൽ കൃപയുണ്ടായി അടിയൻ്റെയും സകല മനുഷ്യരുടെയും ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് അങ്ങയുടെ ഇടപെടാതെ കത്തിജ്വലിക്കുന്ന ദൈവസ്നേഹാഗ്നി ഞങ്ങളിലും കത്തുവാൻ തക്കവണ്ണം കൃപ ചെയ്യണമേ. ശുദ്ധ ബർണർദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ നനച്ചു കൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകയെ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിൻ്റെ തൃപ്പാദത്തിങ്കിൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിൻ്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. ആദർശവചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ. ഈശോ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. 3 പ്രാവശ്യം ജപം ചൊല്ലി 3 സ്വർഗസ്ഥനായ 3 നന്മ നിറഞ്ഞ മറിയമേ 3 തൃത്വസ്തുതി ചൊല്ലാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ലുത്തിനിയ ചൊല്ലാം. രാജകന്യകെ എന്ന ജപം ഒരുമിച്ച് ചൊല്ലാം. രാജകന്യകെ, മനോഗണത്തിൻ്റെ അമ്മേ, നിനക്ക് സുസ്തി. ഞങ്ങളുടെ ആയുസ് മനോഗണവും മാധുര്യവും ശരണവും ആശ്രയവുമേ നിനക്ക് സുസ്തി. അലസിഭാഗപ്പെട്ട് നടക്കുന്ന ഹാവായുടെ മക്കളായി ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, കരയുന്നു. ഈ സ്ഥലത്തിൽ നുഴന്നു കരഞ്ഞുകൊണ്ട് നിൻ്റെ പക്കൽ നെടുവീർപ്പെടുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മേ, മനോഗണമുള്ള നിൻ്റെ ശുദ്ധ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ വിരവിൽ തിരിഞ്ഞു നോക്കണമേ. വിശേഷിച്ച് ഈ അലസിഭാഗം കടന്നതിൻ്റെ ശേഷം ശുദ്ധമായ നിൻ്റെ വയറ്റിൻ്റെ വാഴ്ത്തപ്പെട്ട ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാട്ടണമേ. അയ്യോ, കനിവും മനോഗണവും മാധുര്യവും ശരണവും ആശ്രയവും ആകുന്ന നീ എപ്പോഴും കന്യാസ്ത്രീ മറിയമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനുള്ള അപേക്ഷ. ഓരോ അപേക്ഷയ്ക്കും ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലണം. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, ജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ സുഹൃതജപം. ദൈവമാതാവിൻ്റെ തിരുഹൃദയമേ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉത്തമ ഛായയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇന്നത്തെ സൽക്രിയ. ദൈവമാതാവിൻ്റെ തിരുഹൃദയ സഭയിൽ പേരെഴുതിക്കണം. നല്ല മാതാവേ മാരിയേ, നിർമ്മല യോസേപ്പിതാവേ, നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേൻ.